Hi friends. ഇപ്പോൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്കൂൾ ബാഗൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയില്ല. ഇതിൻ്റെ സ്കൂൾ ബാഗാണ്. ഏകദേശം 2.5 വർഷമായി ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടാൽ മനസ്സിലാവും, നല്ല കറകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കണം. അപ്പോൾ നല്ല നമ്മൾ വാങ്ങിയമായി നല്ല പുത്തന്മാരി നമുക്ക് നിറം കിട്ടും. അപ്പോൾ അതിന് എന്തൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുമ്പോൾ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. അപ്പം ഫ്രണ്ട്സ്, ഒരു ബക്കറ്റിൽ പകുതി വെള്ളം എടുത്തിക്കണം. അതിൽ നമ്മളെ ബാഗ് ഒരു 5 മിനിറ്റ് മുക്കിയിടാം. ബാക്കി നമുക്ക് എന്തൊക്കെ അതിന് കേൾക്കാൻ വേണ്ടി ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമുക്കിത് കേൾക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനം ഇത്തിരി സുർക്ക എടുത്തിക്കണ്, പിന്നെ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഇത് ഡിഷ് വാഷോ എടുക്കാം. ഒരു കത്തിയുണ്ട്, പിന്നെ അപ്പക്കാര, ബേക്കിംഗ് സോഡ, ഒരു നാരങ്ങ, പിന്നെ നമ്മൾ മിക്സ് ചെയ്യാനൊരു പാത്രം എടുത്തേക്കണം. അപ്പം അങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു നാരങ്ങൻ്റെ പകുതി നമ്മൾ എടുക്കുക. ഞാൻ പകുതിയാണ് എടുക്കുന്നത്, ഞാൻ ഫുള്ളും എടുക്കുക. വലിയ ബാഗാണെങ്കിൽ എന്നിട്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. നമ്മളൊരു നാരങ്ങ അതിലേക്ക് പകുതി പിഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മൾ സുർക്ക ഒഴിക്കുക. സുർക്ക ഒരു ഇത്തിരി മതി. പുറത്ത് വണ്ടീൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഒന്ന്. സുർക്കൊരു 4 ഭാഗം ഒഴിച്ചിക്കണ്. പിന്നെ അപ്പക്കാരം ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇടാം. വലിയ ബാഗാണെങ്കിൽ 1 ടീസ്പൂൺ ഇടാം. പിന്നെ ചെറിയ ബാഗാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇടുന്നത്. ടീസ്പൂൺ അതിലേക്ക് ഇടാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളെ ഡിഷ് വാഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഡിഷ് വാഷോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ. പക്ഷെ നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ അതിനെ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് സുർക്കൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി സുർക്ക ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ബാഗിലേക്ക് അപ്ലൈ ചെയ്യാം. ബാഗൊക്കെ നല്ലോണം പൊതിർന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഫ്രണ്ട്സ്, ഞാനൊരു ഒരേയുള്ള ബ്രഷ് എടുത്തിക്കണത് തേക്കാൻ അല്ല ഒരുതാൻ ഒരേയുള്ള ബ്രഷ് എടുത്തിക്കണ്. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചത് മുക്കിയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം. പിന്നെ അപ്ലൈ ചെയ്യാം എല്ലാ ഭാഗത്തും. നല്ല ഒരുത്തി കണ്ടോ ഫ്രണ്ട്സ്, ചളി പോകുന്നുണ്ടോ? അത് സുറുക്കി അപ്പക്കാരൊക്കെ ഉണ്ടാകൊണ്ട് ചളിയൊക്കെ ടപ്പാറിന് പോകും. നല്ലോണം കേകിയിട്ടുണ്ട്. നമുക്ക് കാണാൻ ചളിയൊക്കെ പോകുന്നത്. ഈ വക്കളൊക്കെ നല്ല ഒരുത്തി കൊടുക്കാം. ഇവിടെയാണ് നല്ല ചളി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരും നല്ലോണം ഒരുതിക്കണ്. നല്ലോണം ഒരുതിക്കണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബക്കറ്റിൽ ഒരു 1/2 വെള്ളം എടുത്തേക്കണ്, 4 ഭാഗം വെള്ളം എടുത്തേക്കണ്. അതിലൊക്കെ നല്ലോണം കഴുകുക. നമ്മൾ സോപ്പ് വെച്ച ഭാഗമൊക്കെ കഴുകുക. ബാഗിനുള്ളിലൊക്കെ വെള്ളമുണ്ട്. ജസ്റ്റ് ആ സിബൊന്ന് തുറന്നു കൊടുത്താൽ പോകും കേട്ടോ വെള്ളമൊക്കെ. നന്നായി കഴുകിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നോക്ക്, നല്ല ചളി വെള്ളമാണ്. നോക്ക്, ബാഗിൻ്റെ ചളിയാണ്.
കാണാൻ ക്യാമറ കൂടെ എത്ര കാണുന്നുണ്ട് അറിയില്ല, നല്ല ചളിയുണ്ട്. നമുക്കൊന്ന് വെയിലത്തിടാം. ഒരു കാര്യം പറയാൻ വിട്ടോ, ഈ വെയിലത്തിടുന്ന മുമ്പേ നല്ല പൈപ്പിൻ്റെ വെള്ളത്തിനെ കൊണ്ട് നല്ലോണം കഴുകിയെടുക്കുക. ശുദ്ധമായ വെള്ളം ഇപ്പോൾ എന്താ പറയുക ചളിയൊക്കെ ആയി, ഒന്ന് കഴുകിയെടുക്കുക ഫ്രണ്ട്സ്. പൈപ്പിൻ്റെ വെള്ളത്തിന് നല്ലോണം കഴുകുക. അപ്പോൾ നല്ലോണം വൃത്തിയാക്കണ്. ഇനി നമുക്ക് വെയിലത്തിടാം കേട്ടോ. നല്ല വെയിലുണ്ട്. ഞാൻ ബാഗിൻ്റെ ബാക്കിലുള്ള കൊളുത്ത് ഇവിടെ കൊളുത്തിയിടാണ്. എന്നിട്ട് ഈ വക്കിൾമേൽ ഞാനൊരു നമ്മൾ അലക്കിയിടുമ്പോൾ കുത്തുന്ന ക്ലിപ്പ് കുത്തി ഫ്രണ്ട്സ് ഇതുപോലെ കുത്തിയിട്ട് ഈ കമ്പിമേലേക്ക് വെക്കണ ഫെയിലായിപ്പോയി ഫ്രണ്ട്സ്. ഇതുപോലെ നമ്മൾ കൊളുത്തിട്ടിങ്ങനെ ഇപ്പോൾ ബാഗിൻ്റെ ഉള്ളിലേക്കൊക്കെ വെയിലിട്ടും. ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെ വെയിലത്തിടാം. നല്ല നല്ല ഇതിൻ്റെ നിറം കിട്ടും. നമുക്ക് 5 മണിക്കൂർ അതിൻ്റെ നോക്കാം ഫ്രണ്ട്സ്. നമ്മൾ ബാഗൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കി ബാഗൊക്കെ ഭയങ്കര വാങ്ങിയതായി പുതിയത് മാറ്റി അയക്കണ്. നല്ല വ്യത്യാസം തന്നെ വന്നേക്കണ്. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, നല്ല വ്യത്യാസം ഉണ്ട്. അപ്പം ഇതിന് മുമ്പത്തെ ഫോട്ടോ നോക്കി, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മളിതൊക്കെ ഇതൊക്കെ ഒഴിച്ച് കഴുകി എടുത്തപ്പോൾ പുതിയത് മാറ്റി അയക്കണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.